നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി കേരളത്തിലേക്കില്ല. ശബരിമല സന്ദർശനം മാറ്റിവെച്ചു. ഇന്ത്യ പാക് സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം മാറ്റിയത്. മെയ് 19 രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുമെന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ്. ഇത് പരിഗണിച്ച് ദേവസ്വം ബോർഡും സർക്കാരും വിവിധ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു. നിലയ്ക്കൽ ഹെലിപ്പാഡിന് സമീപവും റോഡുകളുടെ വികസനവും ആരംഭിച്ചിരുന്നു. രാഷ്ട്രപതി എത്തില്ലെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചെന്നാണ് വിവരം. ഇതോടനുബന്ധിച്ച് ഇടവമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ദേവസ്വം ബോർഡ് ഒഴിവാക്കി. മെയ് 18, 19 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് ഒഴിവാക്കിയത്. IPL 2025 മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ IPL മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. BCCIയുടേതാണ് തീരുമാനം. താരങ്ങളുടെയും കാണികളുടെയും സുരക്ഷ മുഖ്യമെന്ന് BCCI അറിയിച്ചു. വിദേശ താരങ്ങൾ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. ധർമ്മശാലയിൽ നടക്കാനിരുന്ന പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം റദ്ദാക്കിയതിനു ശേഷം IPL മത്സരങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. രാജ്യം യുദ്ധസമാന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ IPL മത്സരങ്ങൾ തുടരുന്നത് ഉചിതമായി തോന്നുന്നില്ലെന്നാണ് ഇക്കാര്യത്തിൽ BCCI എടുത്ത നിലപാട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വിഷം കഴിച്ചു. പരീക്ഷാഫലം വരുന്നതിന് മുൻപേ തോൽവി പേടിയിൽ 10ാം ക്ലാസ്സുകാരി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മലപ്പുറം മുത്തേടത്താണ് സംഭവം. ഉടൻ ബന്ധുക്കൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാരാപ്പുറം സ്വദേശിയായ 15-കാരിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. ഏറെ വിവാദങ്ങൾ ഉൾപ്പെട്ട ADGP MR അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവിനെ സ്ഥലം മാറ്റി. അദ്ദേഹത്തിന് ക്രൈം ADGP-ആയാണ് ചുമതല നൽകിയത്. വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് ഡയറക്ടർ ജനറലായി സ്ഥലം മാറ്റി. നിലവിലെ ഫയർ മേധാവി മനോജ് എബ്രഹാമിനെ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറായും നിയമിച്ചു. ജയിൽ DGP-ആയ ബൽറാം കുമാർ ഉപാധ്യായെ കേരള പോലീസ് അക്കാദമി ഡയറക്ടറാക്കി. പോലീസ് ഇന്റലിജൻസ് ചുമതലയുള്ള G സ്പർജൻ കുമാറിനെ ക്രൈംബ്രാഞ്ച് IG-ആക്കി. P പ്രകാശിനെ കോസ്റ്റൽ പോലീസ് IG-ആയും K സൈദുറാമനെ ജയിൽ വകുപ്പിലേക്ക് സ്ഥലം മാറ്റി. A അക്ബറിനെ ആഭ്യന്തര സുരക്ഷാ IG-ആയി നിയമിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. 4,24,583 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 99.5% വിദ്യാർത്ഥികൾ വിജയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിജയം കഴിഞ്ഞ വർഷത്തെക്കാളും 1% കുറവാണ്. എല്ലാ വിഷയത്തിലും 61,449 പേർ A+ നേടി. ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഔദ്യോഗിക വെബ്സൈറ്റുകൾക്ക് പുറമെ ഡിജി ലോക്കർ വഴിയും SMS വഴിയും ഫലമറിയാൻ സൗകര്യമുണ്ട്. കഴിഞ്ഞ വർഷം 99.69 ആയിരുന്നു SSLC പരീക്ഷയിലെ വിജയ ശതമാനം.